ഓം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ആത്മഭാവങ്ങളെ, രാമന്റെ അയനത്തിലൂടെ എന്ന പരമ്പരയിൽ ഇന്ന് നമ്മുടെ ചിന്താവിഷയം ബാലി സുഗ്രീവ യുദ്ധം. പ്രിയരെ, ബാലിയെ കൊല്ലാൻ എല്ലാ പ്രകാരത്തിലും പ്രാപ്തനാണ് ഭഗവാനെന്ന് സുഗ്രീവന് ബോധ്യമായെന്ന് മാത്രമല്ല, സാക്ഷാൽ നാരായണൻ തന്നെയാണ് തന്റെ രക്ഷക്കായി എത്തിയിട്ടുള്ളതെന്നും സുഗ്രീവൻ തിരിച്ചറിയുന്നു. ഭീതിയും മൗഢ്യവും നീങ്ങിയ സുഗ്രീവനോട് ബാലിയെ പോരിന് വിളിക്കാൻ ഭഗവാൻ ആവശ്യപ്പെട്ടു. അതുപ്രകാരം വർദ്ധിതാവേശത്തോടെ സുഗ്രീവൻ ബാലിയെ പോരിന് വിളിച്ചു. ക്രുദ്ധനായ ബാലി ചുരുട്ടിയ മുഷ്ടിയുമായി സുഗ്രീവന് നേരെ പാഞ്ഞെടുത്തു. ഭയാനകമായ യുദ്ധം ആരംഭിച്ച് കുറെ കഴിഞ്ഞപ്പോൾ സുഗ്രീവൻ തളർന്നു. യുദ്ധം തുടർന്നാൽ സുഗ്രീവന് മരണം സംഭവിക്കുമെന്ന നിലയിലായി. രാമന്റെ സത്യപ്രതിജ്ഞയിൽ സുഗ്രീവന് സംശയമുണ്ടാവുകയും പോർക്കളത്തിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. നിങ്ങൾ രണ്ടുപേരെയും തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് താൻ ബാലിക്കു നേരെ ശരമയക്കാത്തതെന്ന കാര്യം സുഗ്രീവനെ ഭഗവാൻ ധരിപ്പിച്ചു. ഒരിക്കൽ കൂടി ബാലിയെ പോരിന് വിളിക്കാൻ ഭഗവാൻ ആവശ്യപ്പെട്ടു. ഇത്തവണ സുഗ്രീവനെ തിരിച്ചറിയാനായി അടയാളത്തോടെയാണ് അയക്കുന്നത്. ലക്ഷ്മണൻ കൊടുത്ത പുഷ്പമാല്യവും ചൂടി സുഗ്രീവൻ ബാലിയെ വീണ്ടും പോരിന് വിളിച്ചു. യുദ്ധത്തിൽ തോറ്റോടിയവൻ ഉടനെ തന്നെ വന്ന് വീണ്ടും പോരിന് വിളിച്ചാൽ അവന് തക്കതായ ബന്ധുബലം കിട്ടിയിട്ടുണ്ടെന്ന് കരുതണമെന്നും അതിനാൽ യുദ്ധത്തിന് പോകരുതെന്നും ബാലിയെ ഭാര്യയായ താര വിലക്കിയെങ്കിലും ബാലി അത് ചെവിക്കൊണ്ടില്ല. അവർ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കെ ഒരു വൃക്ഷത്തിൽ മറഞ്ഞു നിന്ന് ഭഗവാൻ ബാലിക്കു നേരെ മഹേന്ദ്രാസ്ത്രമയച്ചു. ലക്ഷ്യവേദിയായ ശരം ബാലിയുടെ മാറു പിളർന്നു. ബാലി മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണു. ഉടനെ തന്നെ ഭഗവാൻ ബാലിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ബോധം തിരിച്ചുവന്ന ബാലി ഭഗവാനെ മുന്നിൽ കാണുകയും ആക്ഷേപ പരിഹാസങ്ങൾ ചൊല്ലുകയും ചെയ്തു. രാമന്റെ പ്രവൃത്തി അന്യായമാണെന്നും ബാലി പറഞ്ഞു. താനൊരു കുരങ്ങൻ, രാമനോട് യാതൊരു അപരാധവും ചെയ്തിട്ടുമില്ല. അങ്ങനെയുള്ള തന്നോട് എന്തിന് നേരിട്ടല്ലാതെ ഒളിച്ചിരുന്ന് ശരമയച്ചു? ഇതൊന്നും പൗരുഷശാലിയായ ക്ഷത്രിയന് യോജിച്ചതല്ല. ഇങ്ങനെ ആരു കേട്ടാലും ന്യായം ബാലിയുടെ ഭാഗത്താണെന്ന് തോന്നുന്ന നിരവധി ആക്ഷേപങ്ങൾ ബാലി ഭഗവാന് നേരെ തൊടുത്തുവിട്ടു. കുറെ കഴിഞ്ഞപ്പോൾ ചുരുക്കം വാക്കുകൾ കൊണ്ട് ഭഗവാൻ ബാലിയുടെ വാദങ്ങളെ ദണ്ഡിച്ചു. ന്യായവും സത്യവും ഒന്നാവുന്നതുകൊണ്ട് കുഴപ്പമില്ല, എന്നാൽ രണ്ടായിട്ടിരിക്കുന്നുവെന്നതാണ് സ്വഭാവം. ന്യായം പറയാനും ബോധ്യപ്പെടുത്താനുമുള്ളതാണെങ്കിൽ സത്യം അനുഭവിക്കാനുള്ളതാണ്. ന്യായത്തെ കാണിച്ചു കൊടുക്കാനാവും, സത്യത്തെ അതിനാവില്ല. അസത്യം പലപ്പോഴും ന്യായമാവാം, എന്നാൽ സത്യം ഒരിക്കലും അന്യായമാവില്ല. ലോകം ന്യായമാണ്, സത്യമല്ല. അതിനാൽ തന്നെ ലോകത്തിലുള്ളവർക്ക് ന്യായമാണ്, സത്യമല്ല ആവശ്യം. ഈശ്വരൻ സത്യമാണ്, ന്യായം മാത്രമല്ല. അതുകൊണ്ട് ഈശ്വരന് ഹിതം സത്യമാണ്. സത്യത്തെ സംരക്ഷിക്കാനാണ്, ന്യായത്തെ പാലിക്കാനല്ല ഭഗവാന്റെ അവതാരവും വനവാസവും. സത്യത്തിന്റെ ദൃഷ്ടിയിൽ ബാലിയെ കൊന്നത് ശരിയാണ്, ന്യായദൃഷ്ടിയിൽ തെറ്റുമാണ്. സത്യവും ന്യായവും വിരുദ്ധമായി തീർന്ന ഒന്നിനെ തള്ളിക്കളയേണ്ടി വന്നാൽ ന്യായത്തെയാണ്, സത്യത്തെയല്ല തള്ളേണ്ടത്. അതാണ് ശ്രീരാമൻ ചെയ്തത്. വിവേകിയായ ബാലിക്ക് അത് ബോധ്യമായി. ബാലി ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്തത്. അംഗദനെ രക്ഷിക്കണമെന്ന അപേക്ഷയുടെ ബാലി ശരീരം ഉപേക്ഷിച്ചു. ബാലിയുടെ മരണവൃത്താന്തമറിഞ്ഞ താര മാറത്തടിച്ച് വിലപിച്ചുകൊണ്ട് ഭർത്തൃശരീരത്തെ പുണർന്നു വീണുരുണ്ടു. താരയെ സാരോപദേശത്താൽ ഭഗവാൻ സമാധാനിപ്പിച്ചു. സുഗ്രീവനെ കൊണ്ട് ബാലിയുടെ സംസ്കാര കർമ്മങ്ങളൊക്കെ യഥാവിധി നടത്തിക്കുകയും സുഗ്രീവനെ രാജാവായി പട്ടാഭിഷേകം ചെയ്യുകയും ചെയ്തു. കുറച്ചുകാലം രാജകീയ സുഖങ്ങൾ അനുഭവിക്കാൻ സുഗ്രീവനെയും പരിവാരങ്ങളെയും ഭഗവാൻ കിഷ്കിന്ധയിലെ രാജധാനിയിലേക്ക് അയച്ചു. അപ്പോഴേക്കും മഴക്കാലം ആയതിനാൽ ഭഗവാൻ ചാതുർമാസ്യം അനുഷ്ഠിക്കാൻ ഋഷ്യമുഖാചലത്തിൽ ഒരു ഗുഹയിൽ ലക്ഷ്മണ സമേതനായി വാസം ആരംഭിക്കുകയും ചെയ്തു. സ്നേഹപൂർവ്വം
രഞ്ജൻ കയനാടത്ത്.